നേരത്തെ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളെ വിളിച്ചു ചേർത്തുകൊണ്ട് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം, PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുക എന്ന് പറയുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ അംഗീകരിക്കുകയും അതിൽ ഒപ്പുവെക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അത്തരത്തിലുള്ള നടപടികളുമായി കേരള സർക്കാർ മുന്നോട്ട് പോകില്ല എന്നുള്ള തീരുമാനമെടുക്കുകയും കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള വിദ്യാർത്ഥി സംഘടനകളും വിദ്യാർത്ഥി പൊതുസമൂഹവും ഒക്കെ വലിയ കയ്യടിയോടുകൂടി അത് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് ഇന്നലെ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ഈ കരാറിൽ ഒപ്പിടുമ്പോൾ അത് RSSന്റെ പദ്ധതികളെ BJP ഭരണകൂടത്തിന്റെ അംഗീകാരത്തോടുകൂടി വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾക്ക് ഒപ്പം ചേർന്നുകൊണ്ട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തെയും വിദ്യാർത്ഥി സമൂഹത്തെയും വഞ്ചിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുതിയ വിദ്യാഭ്യാസ നയം ഉൾപ്പെടെയുള്ള RSSന്റെ പദ്ധതികളോട് രാജിയാകുന്ന കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം RSSന് തീരെഴുതി കൊടുക്കുന്ന ഈ സമീപനത്തിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്താനാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഫ്രട്ടേണിറ്റിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം പഞ്ചായത്ത് തലങ്ങളിലും നിയോജക മണ്ഡലങ്ങളിലും ക്യാമ്പസ് തലങ്ങളിലും ജില്ലാ കേന്ദ്രങ്ങളിലുമൊക്കെ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി പോവുകയാണ്. നാളെ രാവിലെ 10 മണിക്ക് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായിട്ടുള്ള ജില്ലാ കലക്ടറേറ്റുകളിലേക്കും കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്കും വിദ്യാഭ്യാസ ഓഫീസുകളിലേക്കുമൊക്കെ നടത്തുന്ന സമരങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള സിവിൽ സ്റ്റേഷൻ ഉപരോധത്തിന് നേതൃത്വം നൽകണമെന്നാണ് മലപ്പുറം ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.